നീ എൻ ജീവനിൽ ഭാഗം 27. എനിക്ക് സംസാരിക്കാമോ? സായുജ് ചോദിച്ചു. സഞ്ജീവ് തല കുലുക്കി. അവർ പാതയുടെ അരികിലെ ബെഞ്ചിലിരുന്നു. ഞാൻ നിങ്ങളെ ഭയക്കുന്നു, സായുജ് തുറന്നു പറഞ്ഞു. സഞ്ജീവ് അതിശയിച്ചു. നീ വീണ്ടും പഴയ പോലെ മാറുമോ എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് അഭിനയമാണോ എന്ന്. സഞ്ജീവ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. നീ ഭയക്കുന്നത് ശരിയാണ്, അവൻ ശാന്തമായി പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. അവൻ നേരെ സായുജിന്റെ കണ്ണുകളിൽ നോക്കി. പക്ഷെ എനിക്ക് മതിയായി. എപ്പോഴും ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, എപ്പോഴും ജയിക്കണമെന്ന വാശി, അതിൽ ഞാൻ തന്നെ തോറ്റു. സായുജ് മിണ്ടാതെ കേട്ടുനിന്നു. നീ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടണം. ആ വാക്കുകൾ സായുജിന്റെ മനസ്സിൽ പതിഞ്ഞു. സായുജ് പതിയെ എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ തിരിച്ചു നടന്നു. പിന്നെ തിരിഞ്ഞു നിന്ന്, എന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും, സായുജ് പറഞ്ഞു. ഈ സമയം മുതൽ എനിക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല, സായുജ്, സഞ്ജീവ് പറഞ്ഞു. ആ രാത്രി ശ്രീകുട്ടി വീണ്ടും ബാൽക്കണിയിൽ നിന്നു. അവളുടെ പിന്നിൽ സഞ്ജീവ്. ഈ സമയം അവൻ ഒറ്റപ്പെടലിന്റെ നിഴലിൽ നിന്നല്ല, അവളുടെ കൂടെ നിന്നു. താഴെ ഗാർഡനിൽ ശ്രീദേവും ദക്ഷയും നടന്നു. അകലെയായി റോയും ശങ്കറും സംസാരിക്കുന്നു. സായുജ് ഒറ്റയ്ക്ക് ആകാശം നോക്കിയിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സഞ്ജീവിന്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഒരു ശാന്തത ഉണ്ടായിരുന്നു. ഒറ്റപ്പെടലിന്റെ ഭയമില്ലാതെ, വൈരാഗ്യത്തിന്റെ ചൂടില്ലാതെ സഞ്ജീവ് തന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അത് ഒരു നാടകമല്ല, ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് സാക്ഷിയായി വാഗമണിന്റെ ആ രാത്രിയും. വാഗമണിന്റെ മഞ്ഞ് പതിയെ സന്ധ്യയിലേക്ക് കട്ടിയാകുകയായിരുന്നു. മറ്റൊരു റിസോർട്ടിൽ തന്റെ റൂമിൽ ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്ന നാഗേന്ദ്ര സിംഹ. അവന്റെ കയ്യില് ഫോൺ, മനസ്സിൽ അസ്വസ്ഥത. തിരിച്ചു പോയിക്കൊള്ളൂ നാഗേന്ദ്ര, സഞ്ജീവ് പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൻ കിടക്കയുടെ അരികിൽ ഇരുന്നു. സഞ്ജീവിനെ അവൻ വർഷങ്ങളായി ഉള്ള പരിചയമല്ല, പക്ഷെ അവന്റെ ഓരോ നീക്കത്തിനും പിന്നിൽ ഒരു കണക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവന്റെ ശബ്ദത്തിൽ ഉറച്ച തീരുമാനമായിരുന്നു. അതായിരുന്നു നാഗേന്ദ്ര സിംഹയെ കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. അവൻ ശരിക്കും മാറുന്നുണ്ടോ? അവൻ സ്വയം ചോദിച്ചു. പക്ഷെ ഒരു കാര്യം അവൻ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ സഞ്ജീവ് അവിടെ ഇല്ലാത്ത സമയം. അവന്റെ ഓഫീസിൽ കയറാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇവിടെ വാഗമണിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ലാഭവുമില്ല. അവൻ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. അച്ഛാ, അവന്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സംശയം. അവന്റെ അച്ഛൻ മറുവശത്ത്. എന്താ നാഗേന്ദ്ര? സഞ്ജയ് ഇപ്പോൾ പിന്മാറിയ പോലെയാണ് അച്ഛാ, നാഗേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു പോകാനും പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദത. നീ അവന്റെ വാക്ക് കേൾക്കണം, അവന്റെ അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ അവൻ അവിടെ ഇല്ലെങ്കിൽ അതാണ് നമുക്ക് അവസരം. നാഗേന്ദ്രൻ ശ്രദ്ധിച്ചു കേട്ടു. അവൻ ഇല്ലാത്ത സമയം ഓഫീസിലെ ചില ഫയലുകൾ, ചില ഡാറ്റാസ്, നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കും. വാഗമണിൽ നിൽക്കുന്നത് ഇപ്പോൾ വെറുതെ സമയം കളയലാണ്. ഇതിലും നല്ല അവസരം ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അവന്റെ അച്ഛന്റെ ശബ്ദത്തിൽ കണക്കുണ്ടായിരുന്നു, കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, വികാരമില്ല. തിരിച്ചു വാ, അയാൾ വീണ്ടും പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് കളി തുടങ്ങാം എന്ന് പറഞ്ഞ് കോൾ അവസാനിച്ചു. നാഗേന്ദ്രൻ ജനാലയ്ക്കരികിൽ നടന്നു. വാഗമണിന്റെ മലകൾ അവൻ മുന്നിൽ കാണാം. മഞ്ഞ് എല്ലാം മൂടിയിരിക്കുന്നു. സഞ്ജീവ്, നീ മാറുന്നുണ്ടെങ്കിൽ മാറിക്കോ, പക്ഷേ കളി ഇവിടെ അവസാനിച്ചിട്ടില്ല, അവൻ പതിയെ പറഞ്ഞു. അവൻ ബാഗ് എടുത്ത് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. റിസപ്ഷനിലേക്ക് ഫോൺ ചെയ്തു. ചെക്കൗട്ട്. അല്പസമയം കഴിഞ്ഞ് അവന്റെ കാർ റിസോർട്ടിന്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് നീങ്ങി. മലവഴികൾ പിന്നിലേക്ക് മറഞ്ഞു. നാഗേന്ദ്രയുടെ മുഖത്ത് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്മാറുന്നത് തോൽവിയല്ല, അടുത്ത നീക്കത്തിനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ഈ മടക്കയാത്ര. കാർ മലവഴി ഇറങ്ങിക്കൊണ്ടിരുന്നു. വാഗമണിന്റെ മഞ്ഞ് പിന്നിലേക്ക് ഒഴിഞ്ഞു പോകുമ്പോൾ നാഗേന്ദ്ര സിംഹയുടെ മനസ്സിൽ പുതിയ ചിന്തകൾ കടന്നു വന്നു. രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ അവന്റെ അച്ഛൻ ഹാളിൽ കാത്തിരുന്നു. ടേബിളിൽ ചില ഫയലുകൾ. ലാപ്ടോപ്പ് തുറന്നു വെച്ച് അയാൾ അതിലെന്തോ ചെയ്തുകൊണ്ടിരുന്നു. ആ, നീ എത്തിയോ എന്നൊരു ചോദ്യം. വീണ്ടും അയാളുടെ ശ്രദ്ധ ലാപ്പിലേക്കായി. യാത്രയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അയാൾ ചോദിച്ചു. ഇല്ല എന്ന് നാഗേന്ദ്രൻ സിംഹ തല കുലുക്കി. സഞ്ജീവ് അവിടെയുണ്ടെന്ന് ഉറപ്പാണോ?
അച്ഛൻ നേരെ വിഷയത്തിലേക്ക് വന്നു. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് മതി. അവൻ വരുന്നതിന് മുമ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. തുടക്കം അടുത്ത ദിവസം തന്നെ ആയിക്കോട്ടെ, അയാൾ പറഞ്ഞു. നാഗേന്ദ്ര സിംഹ സഞ്ജീവിന്റെ ഓഫീസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഗ്ലാസ് കെട്ടിടം, അകത്ത് പതിവ് തിരക്ക്. നാഗേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ അകത്തേക്ക് നടന്നു. റിസപ്ഷനിൽ തന്റെ പേര് പറഞ്ഞതും സ്റ്റാഫിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. സഞ്ജീവ് സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുമെന്ന്. ആ വാക്ക് നാഗേന്ദ്രന്റെ ഹൃദയത്തിൽ ഒന്ന് തട്ടി. എന്നെ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങോട്ട് സാർ, ഒരു ക്യാബിൻ റെഡിയാക്കിയിട്ടുണ്ട്. അവനെ ഒരു വശത്തുള്ള ക്യാബിനിലേക്ക് കൊണ്ടുപോയി. അവൻ ആ ക്യാബിൻ ചുറ്റും കണ്ണോടിച്ചു. ടേബിൾ, ലാപ്ടോപ്പ്, ഇന്റർകോം, ചില ജനറൽ ഫയലുകൾ. പക്ഷേ നാഗേന്ദ്രന്റെ കണ്ണുകൾ ആ മുറിയിൽ ഒന്നുമല്ലായിരുന്നു. അവന്റെ ശ്രദ്ധ മുഴുവനും കോറിഡോറിന്റെ അറ്റത്തുള്ള സഞ്ജീവിന്റെ ക്യാബിനിൽ ആയിരുന്നു. ഗ്ലാസ് ഡോറ്, അകത്ത് ബ്ലൈൻഡ്സ് അടച്ചിരിക്കുന്നു. അത് ഒരു മുറി മാത്രമല്ല, രഹസ്യങ്ങളുടെ ഒരു കോട്ട പോലെയാണ് അവന് തോന്നിയത്. നാഗേന്ദ്രന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, സഞ്ജീവിന്റെ ബിസിനസ് നീക്കങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ശ്രീദേവിനെ കുറിച്ചുള്ള ഇടപാടുകൾ, ശ്രീദേവിന്റെ ബിസിനസ് ഗ്രൂപ്പിനെ കുറിച്ച് സഞ്ജീവിന് അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ, ഗൂഢ ഇടപാടുകൾ, സാമ്പത്തിക നീക്കങ്ങൾ. അവയിൽ എന്തെങ്കിലും കിട്ടിയാൽ സഞ്ജീവിനെ തളർത്താം. ക്യാബിനിൽ ഒറ്റയ്ക്ക് ആയതും നാഗേന്ദ്രൻ ലാപ്ടോപ്പ് തുറന്നു. ഇന്റേണൽ നെറ്റ്വർക്ക് ആക്സസ്, ചില ഫയലുകൾ തുറന്നു. പക്ഷേ കോൺഫിഡൻഷ്യൽ, എക്സിക്യൂട്ടീവ് എന്ന ഫോൾഡർ ഗ്രേ ആയിരിക്കുന്നു. ആക്സസ് ഡിനൈൻഡ്. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി. അത് തന്നെയാണോ ഞാൻ അന്വേഷിക്കുന്നത്? വൈകുന്നേരം സ്റ്റാഫ് കുറയാൻ തുടങ്ങി. കോറിഡോർ നിശബ്ദം. നാഗേന്ദ്രൻ തന്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് നടന്നു. സഞ്ജീവിന്റെ ക്യാബിനിന് മുന്നിൽ നിന്നു. വാതിൽ പൂട്ടിയിട്ടില്ല, പക്ഷേ ഡിജിറ്റൽ ലോക്ക്. അവൻ ചുറ്റും നോക്കി. ആരും ഇല്ല എന്ന് ഉറപ്പാക്കി. വാതിലിന്റെ പാനിൽ നമ്പർ അമർത്താൻ ശ്രമിച്ചു. സാധാരണ കോമ്പിനേഷനുകൾ: ജന്മദിനം, കമ്പനി രജിസ്ട്രേഷൻ നമ്പർ, ആക്സസ് ഇൻവാൽഡ്. വീണ്ടും വീണ്ടും ഒരു ചുവപ്പ് ലൈറ്റ് മിന്നി. അവൻ ഉടൻ കൈ പിൻവലിച്ചു. സുരക്ഷ അലർട്ട് പോകുമോ എന്ന് അവൻ ഭയന്നു. അടുത്ത ദിവസം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനൊപ്പം സൗഹൃദം സ്ഥാപിച്ചു. സഞ്ജീവ് സാറിന്റെ ക്യാബിൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ? അവൻ സാധാരണ പോലെ ചോദിച്ചു. സാറില്ലാത്തപ്പോൾ പ്രത്യേക അനുമതി വേണം, സ്റ്റാഫ് മറുപടി പറഞ്ഞു. അനുമതി? സഞ്ജീവ് എത്ര കരുതലോടെയാണ് എല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. 3-ാം ദിവസം വൈകുന്നേരം ഓഫീസ് അടയ്ക്കാനൊരുങ്ങുമ്പോൾ ഒരു സ്റ്റാഫ് സഞ്ജീവിന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഡോറ് പൂർണ്ണമായും അടയ്ക്കാതെ. അവന്റെ ഹൃദയം ശക്തമായി മിടിച്ചു. അവൻ വേഗത്തിൽ അങ്ങോട്ട് നടന്നു. വാതിൽ തള്ളി അകത്ത് കയറി. ക്യാബിനുള്ളിൽ ചുറ്റും നോക്കി. ഡെസ്ക്, ഒരു മാക്ബുക്ക്, ചില ഫയലുകൾ. അവൻ വേഗത്തിൽ ഡ്രോയർ തുറന്നു. ഒന്നുമില്ല. ലാപ്ടോപ്പ് തുറക്കാൻ ശ്രമിച്ചു. പാസ്വേഡ്. അവൻ ടേബിളിന്റെ അടിയിൽ, കബോർഡിൽ, ഫയൽ റാക്കിൽ എല്ലാം തിരഞ്ഞു. ഒരു ഫയൽ കണ്ടു. സ്ട്രാറ്റജിക് നോട്ട് എസ്. അവൻ അത് തുറന്നു. അകത്ത് പൊതുവായ ബിസിനസ് പ്ലാൻ മാത്രം. ശ്രീദേവിനെ കുറിച്ചോ വലിയ രഹസ്യങ്ങളോ ഒന്നുമില്ല എന്ന് അവൻ മനസ്സിലാക്കി. പെട്ടെന്ന് പിന്നിൽ ശബ്ദം. സർ. നാഗേന്ദ്രൻ തിരിഞ്ഞു. സെക്യൂരിറ്റി സ്റ്റാഫ്. ഈ മുറിയിലേക്ക് എക്സിക്യൂട്ടീവ് അനുമതിയില്ലാതെ കയറാൻ പാടില്ല. നാഗേന്ദ്രൻ ശാന്തമായി നിന്നു. ഞാൻ ഇവിടുത്തെ സഞ്ജീവ് സാർ നേരിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളാണ്. സാറിന്റെ ഏറ്റവും അടുത്ത ആള്. അതറിയാം സർ. പക്ഷെ സഞ്ജീവ് സാറിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. പിന്നെ ഒന്നും പറയാതെ നാഗേന്ദ്രൻ പതിയെ പുറത്തേക്ക് നടന്നു. അവന്റെ മുഖം ശാന്തം, പക്ഷേ ഉള്ളിൽ കത്തുന്നൊരു കോപം. സഞ്ജീവ് മുൻകൂട്ടി പ്ലാൻ ചെയ്തു, സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്ന് അവൻ ഓർത്തു. സ്വന്തം ക്യാബിനിൽ ഇരുന്ന് നാഗേന്ദ്രൻ ചിന്തിച്ചു. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ? ഓരോ നീക്കവും, ഓരോ ശ്രമവും. സഞ്ജീവ് ഇല്ലാത്ത ഓഫീസ്, പക്ഷെ സഞ്ജീവിന്റെ നിയന്ത്രണം എല്ലായിടത്തും. ശ്രീദേവിനെ നേരിട്ട് സമീപിക്കണം. കാരണം സഞ്ജീവിന്റെ കോട്ടയ്ക്കകത്തു നിന്ന് ഒന്നും കിട്ടാനില്ല. പുറത്തുനിന്ന് മറ്റൊരു വാതിൽ കണ്ടെത്തണം. അവന്റെ കണ്ണുകളിൽ വീണ്ടും ഉറച്ചൊരു തീരുമാനം. ഇത് തോൽവിയല്ല, ഇത് അടുത്ത വലിയ നീക്കത്തിന് മുമ്പുള്ള നിശബ്ദത ആയിരുന്നു. വാഗമണ്ണിലെ രാവിലകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. മഞ്ഞ് മലമുകളിൽ ഒതുങ്ങി നിൽക്കും. കാറ്റിൽ തണുപ്പ്, മനസ്സിൽ ശാന്തത. പക്ഷേ ആ ശാന്തതയുടെ നടുവിൽ സഞ്ജീവിന്റെ മനസ്സിൽ മാത്രം ഒരു ഭാരമുണ്ടായിരുന്നു. റിസോർട്ടിന്റെ തുറസായ ലോൺ ഭാഗത്ത് ദക്ഷയും കൂട്ടരും, വിശ്വവും ശ്രീകുട്ടിയും എല്ലാവരും ചേർന്ന് ചിരിയും കളിയുമായി സമയം ചെലവഴിക്കുകയായിരുന്നു. ദക്ഷ കയ്യിൽ കോഫി കപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. എന്തുപറ്റി ദക്ഷ? ശ്രീദേവ് സാറില്ലാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ടല്ലോ, ബാനു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് 2 ദിവസം കൂടി കഴിഞ്ഞ ഷൂട്ട് കഴിയും.
അത് കഴിഞ്ഞ് നമുക്കിതൊരു ട്രിപ്പാക്കി മാറ്റാം എന്ന് ചിരിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു. വിശ്വം ഡ്രോൺ ക്യാമറ പറത്തിക്കൊണ്ട് വാഗമണിന്റെ മലനിരകൾ പകർത്തി. ശ്രീകുട്ടി സഞ്ജീവിനെ നോക്കി വിളിച്ചു. സഞ്ജുവേട്ടാ, ഇങ്ങോട്ട് വരണില്ലേ? വാ ഒന്ന് വന്ന് ഞങ്ങൾ കൂട്ടത്തിലിരിക്ക്. സഞ്ജീവ് ചെറുതായി ചിരിച്ചു. പക്ഷേ അവൻ മാറി തന്നെ നിന്നു. കയ്യിൽ ഫോൺ, കണ്ണുകളിൽ ചിന്ത. അവൻ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. പക്ഷെ മനസ്സിന്റെ അസ്വസ്ഥത അവനെ അതിൽ നിന്നെല്ലാം പിന്നിലേക്ക് വലിച്ചു. അതേസമയം മറ്റൊരു ലൊക്കേഷനിൽ ശ്രീദേവ് തന്റെ ഷൂട്ടിങ്ങിൽ മുഴുകി. ഷൂട്ടിംഗ് അവസാനിച്ച് കാറിൽ നിന്നും ഇറങ്ങിയതും അവൻ നേരെ സഞ്ജീവിന്റെ അടുത്തേക്ക് നടന്നു. സഞ്ജീവ് റിസോർട്ടിന്റെ വരാന്തയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വന്നതാണോ? ശ്രീദേവ് ചോദിച്ചു. സഞ്ജീവ് തിരിഞ്ഞു നോക്കി. നീ ഇവിടെയുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണല്ലോ എന്റെ സഞ്ജീവേ, ശ്രീദേവ് ചോദിച്ചു. സഞ്ജീവ് നിസ്സാരമായിട്ട് ഒന്ന് ചിരിച്ചു. എന്തുറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീദേവ് ചോദിച്ചു. ഇല്ല, ഓഫീസിലെ കുറച്ച് കാര്യങ്ങള്, സഞ്ജീവ് പറഞ്ഞു നിർത്തി. ഓഫീസ് കാര്യങ്ങൾ വാഗമണ്ണിലേക്ക് കൊണ്ടുവരണ്ട സഞ്ജീവ്, അവൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദം. പിന്നെ അവൻ അവന്റെ കയ്യിൽ പിടിച്ചു. വാ. ശ്രീദേവിന്റെ ആ ചെറിയ സ്പർശനത്തിൽ സഞ്ജീവിന്റെ മനസ്സിലെ ഭാരമൊന്ന് ലഘുവായി. അവനെ ശ്രീദേവ് അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി. ശ്രീകുട്ടിക്ക് ശ്രീദേവും സഞ്ജീവും വരുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നി. ശ്രീകുട്ടി സന്തോഷത്തോടെ ദക്ഷയെ നോക്കി ചിരിക്കുകയും ഫോട്ടോകൾ എടുത്തും ചെറിയ കളിയൊക്കെയായി സമയം നീങ്ങി. സഞ്ജീവ് ആ ഒരു നിമിഷം എല്ലാം മറക്കാൻ കഴിഞ്ഞു. പക്ഷെ അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഓഫീസിൽ നിന്നുള്ള വിവരം സ്ക്രീൻ സെക്യൂരിറ്റി ഹെഡ്. സഞ്ജീവ് ഒന്ന് മാറി നിന്നു. സർ, നാഗേന്ദ്രൻ വീണ്ടും ക്യാബിനിലേക്ക് കയറാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുകൾ ദേഷ്യത്തിലായി. CCTV ക്ലിപ്പ് അയക്കൂ എന്ന് പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. ഫോൺ സ്ക്രീനിലെ ദൃശ്യങ്ങൾ വീഡിയോ തുറന്നു. നാഗേന്ദ്രൻ ഡിജിറ്റൽ ലോക്കിൽ കോഡ് അമർത്തുന്നു. പിന്നെ അകത്തേക്ക് കയറി തിരയുന്നത്, ഡ്രോയറുകൾ തുറക്കുന്നത്. അവന്റെ മുഖത്ത് നിരാശ ആയിരുന്നു. സഞ്ജീവ് ആ ദൃശ്യം ശാന്തമായി നോക്കി. അവൻ ചിരിച്ചു. നിനക്ക് കിട്ടിയത് അത്രമാത്രം, വേറെ ഒന്നും നിനക്ക് കിട്ടില്ല നാഗേന്ദ്ര. ചെറിയൊരു പുച്ഛച്ചിരിയോടെ സഞ്ജീവ് പറഞ്ഞു. ശ്രീദേവ് അവന്റെ അടുത്തേക്ക് വന്നു. വീണ്ടും ഓഫീസ്. സഞ്ജീവ് ഫോൺ ഓഫ് ചെയ്തു. അവൻ തിരയുകയാണ്. ഒരു നിമിഷം ശ്രീദേവ് നിശബ്ദമായി. അവന് എന്തെങ്കിലും എന്റെ ബിസിനസ് സംബന്ധമായ രഹസ്യങ്ങൾ കിട്ടുമോ? സഞ്ജീവ് ശ്രീദേവിനെ നോക്കി. ഞാൻ അനുവദിച്ചാൽ മാത്രം. വാഗമണ്ണിന്റെ കാറ്റ് ശക്തമായി വീശി. മലയുടെ ഇടയിൽ സന്ധ്യയുടെ വെളിച്ചം പതിഞ്ഞു. കൂട്ടത്തിൽ വീണ്ടും ചിരി നിറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം സഞ്ജീവ് ചേർന്നു. കാരണം നാഗേന്ദ്രന്റെ ഓരോ നീക്കവും അവൻ കണക്കാക്കിയിരുന്നു. അവൻ ഒളിപ്പിച്ചതും അവൻ കാണിച്ചതും എല്ലാം ഒരു വലിയ കളിയുടെ ഭാഗം. രാത്രി ശ്രീദേവും സഞ്ജീവും റിസോർട്ടിന്റെ മുകളിലെ ടെറസിൽ നിന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. താഴെ മഞ്ഞ് പതിയെ മലവഴികളിലേക്ക് ഒഴുകുന്നു. ശ്രീദേവ് റൈലിംഗിൽ ചാരി നിന്നു. സഞ്ജീവ് കുറച്ചു മാറി. പക്ഷെ ഈ പ്രാവശ്യം പൂർണ്ണമായി അകന്നു നിന്നില്ല. വാഗമണ്ണിന്റെ രാത്രി കൂടുതൽ തണുത്തു. നാഗേന്ദ്രൻ അവന്റെ സ്വഭാവം മാറ്റില്ല. അവൻ ശാന്തമായി പറഞ്ഞു. അവന് വേണ്ടത് ബിസിനസ് മാത്രമല്ല, വേണ്ടത് എല്ലാത്തിന്റെയും നിയന്ത്രണം കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ അവനെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ ആ 2 പെൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെ ബിസിനസ് നടത്തുന്നുണ്ട്. അതിൽ കൈയിട്ട് വാരാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിന്റെ പകുതി നിയന്ത്രണം എന്റെ കയ്യിൽ ആയതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ അവൻ എന്നെക്കുറിച്ചും അന്വേഷിക്കുകയാണോ? അതെ, സഞ്ജീവ് തലകുലുക്കി. നിന്റെ ഗ്രൂപ്പിന്റെ കരാറുകൾ, ഈവന്റുകൾ. അവന് എന്തെങ്കിലും ലീക്ക് കിട്ടിയാൽ അത് ഉപയോഗിച്ച് നിന്നിൽ അവൻ സമ്മർദ്ദം സൃഷ്ടിക്കും. ശ്രീദേവ് ഒരു നിമിഷം ചിന്തിച്ചു. റിസോർട്ടിലെ ഹാളിൽ ദക്ഷയും വിശ്വവും സംഗീതം പ്ലേ ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്നു. ശ്രീകുട്ടി സഞ്ജീവിനെ വിളിച്ചു. ഇന്ന് മുഴുവൻ ടെൻഷൻ ഫ്രീ ആവണം. എല്ലാം മറന്ന് മനസ്സ് ശാന്തമാക്കണം. സമ്മതിച്ചോ? പ്രോമിസ്. അവൾ അവന് നേരെ കൈഞ്ഞിട്ടി. സഞ്ജീവ് ഈ പ്രാവശ്യം ഒന്ന് ചിരിച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു പ്ലാൻ രൂപം കൊണ്ടിരുന്നു. അവൻ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് അയച്ചു. ഘട്ടം 2 തുടങ്ങാം. അതൊരു കോഡാണ്. സഞ്ജീവിന്റെ രഹസ്യ നീക്കം അവന്റെ വിശ്വസ്തനായ IT ഹെഡിന്. സഞ്ജീവിന് അറിയാം നാഗേന്ദ്ര സെർവർ വരെ പോകും എന്ന്. അതിനാൽ യഥാർത്ഥ ഫയലുകൾ ഓഫീസ് സെർവറിൽ ഇല്ല. വാഗമണ്ണിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവൻ പ്രധാന ഡോക്യുമെന്റുകൾ ഒരു എൻക്രിപ്റ്റഡ് ക്ലൗഡ് വാൾട്ടിലേക്ക് മാറ്റിയിരുന്നു. നാഗേന്ദ്രൻ കാണുന്നത് അവൻ കാണണമെന്നുള്ളത് മാത്രം. രാത്രി 11 മണിക്ക് സഞ്ജീവിന്റെ ഫോണിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഓഫീസ് CCTV ഫുട്ടേജ്. നാഗേന്ദ്രൻ വീണ്ടും സെർവർ റൂമിന് മുന്നിൽ. സഞ്ജീവ് വീഡിയോ നോക്കി. നീ വേഗം ചെല്ല്, അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിന് കാണിച്ചു കൊടുത്തു. ശ്രീദേവും ആ CCTV ഫുട്ടേജ് നോക്കി. അവൻ എന്തെങ്കിലും കണ്ടെത്തുമോ?
അവൻ അന്വേഷിക്കുന്നത് ഒന്നും അവിടെ നിന്ന് കിട്ടില്ല, തെറ്റായ ഇൻഫർമേഷൻസ് അല്ലാതെ, സഞ്ജീവ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.